ഒരു പ്രസ്ഥാനത്തിന്റെ കൊടിയെ കഴിഞ്ഞ 10 വർഷമായി കറുപ്പാണെന്ന് കോൺഗ്രസിനെ പരിഹസിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. അടുത്ത 5 വർഷവും അങ്ങനെയായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മലയങ്കീട് താലൂക്ക് ആശുപത്രി കെട്ടിട ഉദ്ഘാടനത്തിനിടെയാണ് മന്ത്രിയുടെ പരാമർശം. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ 2-3 ഈ കറുത്ത കൊടി കുറച്ച് 10 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ അവരുടെ കൊടി ഇപ്പോൾ കറുത്തതാണ് കുറേ 10 വർഷമായിട്ട്. അടുത്ത 5 വർഷവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ. മന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മലയങ്കീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് നിയാദുൽ അക്ബറും സഹപ്രവർത്തകരും വേദി വിട്ടിറങ്ങിപ്പോയി. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേർന്നു. ഹാൻസ് ജോൺ, കരിങ്കൊടിയാണ് കോൺഗ്രസിന്റെ കൊടിയായി നിലവിൽ വീണ ജോർജ് പറയുന്നത്. നേരത്തെയും നിയമസഭയിലടക്കം പ്രതിപക്ഷത്തിനെതിരെ കടുത്ത കടന്നാക്രമണങ്ങളൊക്കെ വീണ ജോർജ് നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി വേണം ഇതിനെയും കാണാൻ, അല്ലേ? തീർച്ചയായും ശ്യാമിലി, ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം മലയങ്കീഴ് വെച്ച് നടന്ന പരിപാടിയിലാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടാകുന്നത്. മലയങ്കീഴ് താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട ഉദ്ഘാടനമായിരുന്നു വൈകിട്ട്. പക്ഷേ ഈ പരിപാടിയിലേക്ക് വരുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മന്ത്രിക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ഇരട്ടക്കലുങ്ക് ഭാഗത്ത് വെച്ചായിരുന്നു മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ശേഷം മന്ത്രി ഈ പരിപാടിയിലെത്തുകയും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിനെയും പരിഹസിക്കുന്ന പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഒരു പ്രസ്ഥാനത്തിൻ്റെ കൊടി കഴിഞ്ഞ 10 വർഷമായി കറുപ്പാണ്, ഒപ്പം തന്നെ അടുത്ത 5 വർഷവും അങ്ങനെ ആയിരിക്കും എന്നുള്ള പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഈ വേദിയിൽ വെച്ച് ഇത്തരമൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതിന് പിന്നാലെ മലയങ്കീഴ് പഞ്ചായത്ത് പ്രസിഡന്റ് വേദി വിട്ടിറങ്ങി. മലയങ്കീഴ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള നിയാദുൽ അക്ബറും മറ്റ് സഹപ്രവർത്തകരുമാണ് വേദി വിട്ടിറങ്ങിപ്പോയത്. UDF ആണ് മലയങ്കീഴ് പഞ്ചായത്ത് ഭരിക്കുന്നത്. എന്തായാലും മന്ത്രി വീണ്ടും കോൺഗ്രസിനെ പരിഹസിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിന്റെ കൊടി കറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പരിഹാസം ഉണ്ടായിരിക്കുന്നത്. ഷാമിലി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.